VIP ലോഞ്ച്, 500-ലധികം പേർക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഡൈനിങ് ഹാൾ, വിശാലമായ ആംഫി തിയേറ്റർ, 200-ലധികം വണ്ടികൾക്കുള്ള പാർക്കിംഗ് ഏരിയ, 300-ഓളം സീറ്റുകളുള്ള റോയൽ ഗസിബോ, 7 ലക്ഷറി സ്യൂട്ട് റൂംസും. Contact now for booking. ഡിജിറ്റൽ ഭൂസർവേയിലെ അപാകതകൾ മൂലം ഭൂനികുതി അടയ്ക്കാനാവില്ലെന്ന പരാതിയുമായി പട്ടിത്തറ നിവാസികൾ രംഗത്ത്. പട്ടിത്തറ പഞ്ചായത്തിലെ കോട്ടപ്പാടം പാടശേഖര സമിതി ഭാരവാഹികളാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ കൂറ്റനാട് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ വിവരിച്ചത്. ഡിജിറ്റൽ സർവേയിലെ അപാകം മൂലം 2026-27 ഭൂനികുതി അടയ്ക്കാനാവാതെ പട്ടിത്തറ വില്ലേജിലെ കർഷകരാണ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. പട്ടിത്തറ കോട്ടപ്പാടം പാടശേഖര സമിതി ഭാരവാഹികളാണ് പരാതിയുമായി കൂറ്റനാട് വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തത്. കൂടുതൽ സ്ഥലമുള്ളതും ഒന്നിലധികം സബ് ഡിവിഷനുമുള്ളതുമായ ഭൂമിയുടെ നികുതി അടയ്ക്കലാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത്. നേരത്തെ സബ് ഡിവിഷൻ ചെയ്ത് നികുതി അടച്ചിരുന്ന നഞ്ച, പറമ്പ്, പാടം ഭൂമികളെല്ലാം പുതിയ ഡിജിറ്റൽ സർവേയിൽ ഒറ്റ സർവേ നമ്പറിൽ ഒറ്റ ഭൂമിയാക്കിയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. മാസങ്ങൾക്ക് മുമ്പ് രജിസ്റ്റർ ചെയ്ത് പോക്കുവരവ് നടത്തിയ ഭൂമി പോലും പുതിയ കണക്കിൽ പഴയ ഉടമയുടെ പേരിലാണ് ഉള്ളത്. ഭൂവിസ്ഥിതിയിലും വലിയ ഏറ്റക്കുറച്ചിലുണ്ട്. ചിലരുടെ ഭൂമി പകുതിയിലധികം കുറഞ്ഞിട്ടുണ്ടെന്നും മറ്റു ചിലർ അയൽവാസിയുടെ ഭൂമിയും സ്വന്തം പേരിലേക്ക് മാറ്റി വന്നിട്ടുമുണ്ട്. നികുതി അടയ്ക്കാൻ ചെന്നപ്പോൾ രേഖയിൽ ഭൂമി ഇല്ലെന്നാണ് ചില കർഷകർക്ക് കിട്ടിയ മറുപടി. പരിഹാരമായി സബ് ഡിവിഷന് വീണ്ടും അക്ഷയ കേന്ദ്രം വഴി വലിയ തുക ഫീസ് അടച്ച് റീസർവേക്ക് അപേക്ഷിക്കാനാണ് റവന്യൂ അധികൃതർ നിർദ്ദേശിക്കുന്നതെന്നും ഇവർ പറഞ്ഞു. മെയ് 30-നുള്ളിൽ അഗ്രി സ്റ്റോക്ക് രജിസ്റ്റർ ചെയ്യണമെന്ന് പട്ടിത്തറ കൃഷിഭവനും മറ്റു കൃഷിഭവനുകളും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഭൂനികുതി അടയ്ക്കാനാവാതെ കർഷകർ ഇതുമൂലം വലയുകയാണ്. റവന്യൂ വകുപ്പിന്റെ വീഴ്ചയ്ക്ക് സാധാരണക്കാർ ദുരിതം അനുഭവിക്കേണ്ട സ്ഥിതിയാണ് നിലവിലുള്ളതെന്നും പാടശേഖര സമിതി ഭാരവാഹികളായ MM രാമകൃഷ്ണൻ, KP സഗീർ, വാർഡ് മെമ്പർ CV ബഷീർ എന്നിവർ പറഞ്ഞു. പട്ടിത്തറ പഞ്ചായത്ത് വില്ലേജിൽ ഇപ്പോൾ പുതിയതായ ഭൂസർവേ നടന്നിട്ട് അതിൻ്റെ പേരിലുള്ള നികുതി അടയ്ക്കൽ ഏപ്രിൽ 1-ാം തീയതി മുതൽ ആരംഭിച്ചിട്ടുണ്ട്. ഇതിലെ വ്യാപകമായ പ്രശ്നങ്ങളാണ് ഉടലെടുത്തിട്ടുള്ളത്. 5 സെൻറ്റ് 10 സെൻറ്റ് വരെയുള്ളവരൊന്നും വലിയ പ്രശ്നങ്ങളില്ല. കുറച്ച് ഭൂമി, കൃഷിഭൂമി കൂടുതലുള്ളത്, കുറച്ച് ഏരിയ കൂടുതലുള്ളതിലൊക്കെ കഴിഞ്ഞ കൊല്ലം വരെ കൃത്യമായി നീതി അടച്ചു പോന്നിരുന്നത് ഇപ്രാവശ്യം നോക്കുമ്പോൾ അതിൽ ജമ്മിയുടെ പേരും കൂടി കയറി വന്നിട്ടുണ്ട്. ഭൂവുടമ പ്ലസ് ജമ്മിയാണ്. അപ്പോൾ ആ സ്ഥലം ജമ്മിക്കും കൂടി അവകാശപ്പെട്ടതായിട്ടാണ് ഭൂരേഖകളിൽ, വില്ലേജിലെ രേഖകളിൽ വരുന്നത്. ഇത് മാറ്റണമെങ്കിൽ ഇനി സബ് ഡിവിഷന് കൊടുക്കണം എന്നാണ് വില്ലേജ് ഓഫീസിൽ നിന്ന് പറയണത്. നീതി അടയ്ക്കാൻ പറ്റില്ല, അടച്ചു തരും 2 ആളെയും കൂടി പേരിൽ. പക്ഷെ അങ്ങനെ നമുക്ക് നീതി ചീട്ട് കിട്ടിയിട്ട് കാര്യമില്ല. അപ്പോൾ അത് മാറ്റണമെങ്കിൽ ഇനി നമ്മൾ അക്ഷയയിൽ പോയി 300 രൂപ സർക്കാരിനുള്ള ഫീസും സർവേ ചെയ്യാൻ വരുന്ന ഫീസും എല്ലാം ഒടുക്കി ഭൂരേഖ തഹസിൽദാർക്ക് അപേക്ഷ അയച്ചാൽ അത് അങ്ങനെ നടപടിക്രമങ്ങളിലൂടെ വന്ന് സർവേ ആളുടെ അടുത്ത് എത്തി സർവേക്കാർ നമ്മളെ വിളിച്ച് വന്ന് സബ് ഡിവിഷൻ ചെയ്താലും പിന്നെയും ഇത് മാറ്റാൻ പ്രയാസങ്ങളുണ്ടെന്നാണ് വില്ലേജ് ഓഫീസർ നമ്മളോട് പറയുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്ത ഒരു കക്ഷിയാണ് ഈ ഇരിക്കുന്നത്. ഈ റീസർവേ ചെയ്തിട്ട് സബ് ഡിവിഷൻ ചെയ്തു. സബ് ഡിവിഷൻ ചെയ്തിട്ട് ഇയാളുടെ ഇയാളുടെ സംഭവം എന്താ വെച്ചാൽ വാപ്പ മകന് കൊടുത്ത സ്വത്താണ്. ആ സ്വത്ത് ഇപ്പോൾ റീസർവേ കഴിഞ്ഞപ്പോൾ മൊത്തം സ്വത്ത് വാപ്പയുടെ പേരിലാണ് വന്നിരിക്കുന്നത്, മകൻ്റെ പേരിലല്ല. റീസർവേയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി 2 തവണ പ്രത്യേക ക്യാമ്പ് സംഘടിപ്പിച്ചിരുന്നു. എന്നാൽ നടപടി ഉണ്ടായില്ലെന്നും ഇതിന് അധികൃത ഭാഗത്തു നിന്നും ശാശ്വതമായ പരിഹാരമാണ് വേണ്ടതെന്നും ഇവർ സൂചിപ്പിച്ചു. ഭൂസർവേക്ക് വന്നപ്പോൾ ഞാൻ കൂടെ നിന്ന് ഒരു പണിക്കാരനെയും കൂടെ വെച്ചുകൊണ്ട് എല്ലാ അതിർത്തികളും നികുതി ഷീറ്റ് കൂടിയും ഒപ്പം വെച്ചിട്ട് അതിൽ നഞ്ച ഇത്രയാണ്, പറമ്പ് ഇത്രയാണെന്ന് വ്യക്തമായി അവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് അത് ഓക്കെ എന്ന് പറഞ്ഞു പോയിട്ട് ഇപ്പോൾ നികുതി അടക്കാൻ ചെന്ന് നോക്കുമ്പോൾ ഈ നഞ്ചയും പിന്നെ പറമ്പും പിന്നെ എല്ലാം കൂടിയിട്ട് ഒറ്റ സർവേ നമ്പറിൽ 50-6 എന്ന് പറഞ്ഞിട്ടാണ് കാണിച്ചിരിക്കുന്നത്. 46 എന്ന് പറഞ്ഞാൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അത് പ്രകാരം നികുതി അടക്കാൻ പറ്റില്ല എന്ന്. അപ്പോൾ അത് അടച്ചാൽ തന്നെ അവരുടെ രേഖയിൽ അത് പെടില്ല. അപ്പോൾ അത് ചെയ്യണമെങ്കിൽ അക്ഷയയിൽ പോയിട്ട് സബ് ഡിവിഷൻ ചെയ്യണം. സബ് ഡിവിഷൻ ചെയ്യണമെങ്കിൽ ഞാൻ 850 രൂപ എൻ്റെ ആധാരങ്ങളൊക്കെയും അപ്ലോഡ് ചെയ്തു. ഈ ഒരു ഇതിനെ 300 രൂപ വെച്ചിട്ട് ചെയ്തിട്ട് ഒരുപാട് ക്യാഷ് അതിന് പോവുക. കൂടാതെ ഒരാഴ്ചക്കുള്ളിൽ അവർ വരും എന്നാണ് അവരുടെ കണക്ക്. 1.5 മാസമായിട്ട് ഈ വ്യക്തിക്ക് വന്നിട്ടില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് വന്നു പോയത്. അതാണ് ഒരു വിഷയം വരുന്നത്. 2 പിന്നെ നിലവിൽ അടച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ എളാപ്പഴം മോൻ്റെ അടച്ചുകൊണ്ടിരിക്കുന്ന ഭൂമിക്ക് അടക്കാവുമ്പോൾ സ്ഥലമില്ല, അവിടെ അവരിൽ സ്ഥലമില്ല, അങ്ങനെ അടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. 3 പല ഭൂവിസ്തൃതിയിലും ഏറ്റക്കുറച്ചിലുകൾ, ചെറുതല്ല വ്യാപകമായ ഏറ്റക്കുറച്ചിലുകൾ സംഭവിക്കുന്നുണ്ട്. 30 സെൻറ്റ് കൂടുതൽ 20 സെൻറ്റ് കുറവ്, അപ്പോഴും അടക്കാൻ പറ്റുന്നില്ല.
അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ പ്രശ്നം. അതിലത്തെ ഏറ്റവും വലിയ പ്രശ്നം വരുന്നത്, എല്ലാം പ്രശ്നങ്ങൾ തന്നെയാണ്. പ്രശ്നം വരുന്നത് ഈ നഞ്ചും പറമ്പും എല്ലാം കൂടിയിട്ട് ഇവർ ഒറ്റ സർവേ നമ്പറിൽ കൊടുത്തിരിക്കുക. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഈ വ്യക്തി ചോദിച്ചപ്പോൾ റവന്യൂ ഉദ്യോഗസ്ഥർ പറഞ്ഞതെന്ന് വെച്ചാൽ സർവേക്ക് വന്ന ആൾക്കാർക്ക് പ്രഷർ ഉണ്ടായിരുന്നു വേഗം തീർക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവരോട് അങ്ങനെ ചെയ്തോളാൻ പറഞ്ഞു.